പണിമുടക്ക് നടക്കുമ്പോൾ സ്കൂളിലെത്തിയ അധ്യാപകർ ഹാജർ ബുക്കിൽ ഒപ്പിട്ടതിനു ശേഷം മുങ്ങിയെന്നാരോപിച്ച് CPM പ്രവർത്തകർ സ്കൂളിലെ സ്റ്റാഫ് റൂമിന് മുൻപിൽ ഉപരോധം സംഘടിപ്പിച്ചു. മാവേലിക്കര കുന്നം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവം. ദേശീയ പണിമുടക്ക് നടക്കുമ്പോൾ മാവേലിക്കര കുന്നം ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 അധ്യാപകർ സ്കൂളിൽ വരികയും ഹാജർ ബുക്കിൽ ഒപ്പിട്ട ശേഷം സ്കൂളിൽ നിന്ന് മടങ്ങിപ്പോകുകയും ചെയ്തുവെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ സ്കൂളിലെ സ്റ്റാഫ് റൂമിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുകയായിരുന്നു. CPM തഴക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം നടത്തിയത്. ദേശീയ പണിമുടക്കായതിനാൽ സ്കൂളിൽ അധ്യയനമില്ലായിരുന്നു. എന്നാൽ ഹാജർ ബുക്കിൽ ഒപ്പിട്ട ശേഷം അധ്യാപകർ സ്കൂളിലിരിക്കാതെ പോയത് തെറ്റാണെന്ന് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ തഴക്കര പറഞ്ഞു. കുന്നം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് പണി മുടക്കാതെ അധ്യയനത്തിന് വന്നിട്ടുള്ള അധ്യാപകരിൽ 2 പേർ, ഒരു ജിജിത് കുമാർ, മറ്റൊരു അധ്യാപകൻ അനിൽകുമാർ, 2 പേരും രാവിലെ ഇവിടെ ഒപ്പിട്ടതിന് ശേഷം സ്കൂളിൽ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ പണിമുടക്കുകയും പണിമുടക്കാതിരിക്കുകയും സർക്കാരിൻ്റെ ശമ്പളം പറ്റുകയും ചെയ്യുന്ന ഇത്തരം അധ്യാപകർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിൽ CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇവരെ രേഖാമൂലം നമ്മളിവിടെ ചാർജുകാരോട് ആവശ്യപ്പെട്ടു. അവരിന്ന് ഇവിടെ ഒപ്പിട്ടിട്ടതിന് ശേഷം രാവിലെ പോയതിന് ശേഷം തിരിച്ചു വന്നിട്ടില്ല എന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും അതിന് ചാർജുകാരായിട്ടുള്ള അധ്യാപകർ തയ്യാറാവാത്ത സ്ഥിതിക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ CPM തഴക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപരോധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണം. അധ്യാപകർ എന്ന നിലയിൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടും ആഹ്വാനത്തിൽ പങ്കെടുക്കാതെ സർക്കാരിൻ്റെ ശമ്പളം പറ്റിക്കൊണ്ട് സ്വന്തം കാര്യത്തിന് പോയിട്ടുള്ള ആളുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കാവുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും. മറ്റ് നിയമ നടപടികൾക്ക് വേണ്ടിയുള്ള പാർട്ടിയുമായി ആലോചിച്ച് ഇവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്നതിന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനവും സ്വീകരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹെഡ്മിസ്ട്രസിന്റെ ചുമതലയുള്ള അധ്യാപികയോട് അധ്യാപകർ ഒപ്പിട്ടു പോയത് സംബന്ധിച്ച് എഴുതി തരാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധ സമരം നടത്തിയതെന്നും സമരക്കാർ പറഞ്ഞു. തുടർന്ന് മാവേലിക്കര പോലീസ് സ്ഥലത്തെത്തുകയും ഒപ്പിട്ടു പോയവർക്കെതിരെ കേസെടുക്കാമെന്ന് SI സിയാദ് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ശ്രീകുമാർ, മുരളി തഴക്കര, രഘുപ്രസാദ്, CD വേണുഗോപാൽ, മെറിലം ദാസ്, പ്രസന്നകുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര.